ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ, കർഷക പെൻഷൻ, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള NPS, അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും. ഡിസംബർ മാസം പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ വാർദ്ധക്യകാല പെൻഷൻ 200 രൂപയും 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപയും കേന്ദ്രവിഹിതം എത്തിച്ചേരും. ക്രിസ്തുമസിന് തുക വിതരണം ചെയ്യാൻ വേണ്ടി 1225 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിൻ്റെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഡിസംബർ 25-ാം തീയതിക്ക് മുന്നോടിയായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ക്രിസ്തുമസിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും 3200 രൂപ വീതം ലഭിക്കും. 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക. നവംബർ മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് 2 ഗഡു ഒരുമിച്ച് 3200 രൂപ ഡിസംബർ 25-ന് മുന്നോടിയായി തന്നെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും ഈ തുക കൃത്യമായി തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എല്ലാവരും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത്. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകളാണ് വന്നിട്ടുള്ളത്. ഇതുമൂലം സർക്കാരിൻ്റെ പെൻഷൻ അർഹതയുള്ളവർക്ക് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാകുമെന്ന ആക്ഷേപം ഉയർന്നു വരുന്നു. നിലവിൽ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വീടിന് വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല. 2 ഏക്കർ ഭൂമി, 4 ചക്ര വാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധനകൾ. 1000 ചതുരശ്ര മീറ്ററാണ് സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും. കൂടാതെ നിർമ്മാണ തൊഴിലാളി, മോട്ടോർ തൊഴിലാളി, ചെത്ത് തൊഴിലാളി, ടൈലറിംഗ് തൊഴിലാളി, വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തി. 2022 ഇരട്ട പെൻഷൻ വാങ്ങിയവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല. പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മറ്റ് പെൻഷന് അർഹതയുള്ള മറ്റ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളായിരിക്കും. ഒരു വാർഡിൽ മുമ്പ് 300 പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചിരുന്നു. എന്നാൽ അതിലിപ്പോൾ 40% കുറവ് വന്നു. നിലവിൽ ക്ഷേമ പെൻഷൻ 2 ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത്. ആദ്യം 1600 രൂപ മുഴുവൻ നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 1100 രൂപയാണ് വീടുകളിൽ എത്തിക്കുന്നത്. ബാക്കി അവരുടെ അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. വരുമാന പരിധി 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. നിലവിലെ നിബന്ധനകളെല്ലാം മാറ്റി അർഹതയുള്ള എല്ലാവർക്കും പെൻഷൻ നൽകണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഇത്രയും കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്ന അറിയിപ്പ്. ഒരുപാട് ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരം കടുത്ത നിബന്ധനകൾ ഇറക്കിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അനർഹമായി കൈപ്പറ്റുന്നവർ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയ തുക സർക്കാരിന് തിരിച്ചു നൽകേണ്ടി വരും. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.